തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വ്യാജ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ജനപ്രതിനിധിയായി തുടരുന്നുവെന്നാരോപിച്ച് ആലുവ എം.എൽ.എ. അൻവർ സാദത്തിനെതിരെ DGPക്ക് പരാതി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 10ാം ക്ലാസ് ജയിച്ചതായി വ്യാജരേഖ ചമച്ചുവെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. ആലുവ സ്വദേശി രാഹുൽ KTയുടെ പരാതിയിൽ റൂറൽ SP-യോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് സത്യാമൂലത്തിൽ 1993 ആലുവ SNDP ഹൈസ്കൂളിൽ നിന്നും SSLC ലഭിച്ചുവെന്നാണ് അൻവർ സാദത്ത് വ്യക്തമാക്കുന്നത്. എന്നാൽ 10ാം ക്ലാസ് പരാജയപ്പെട്ട അൻവർ സാദത്ത് വ്യാജരേഖ ചമക്കുകയായിരുന്നുവെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമർപ്പിച്ച സത്യാമൂലത്തിൽ 1993 ആലുവ SNDP ഹൈസ്കൂളിൽ നിന്നും SSLC ഫെയിൽഡ് എന്നാണ് MLA രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 SLC പാസ് എന്ന് കാണിച്ച ജനപ്രതിനിധി 2026 എത്തുമ്പോൾ എങ്ങനെ ഫെയിൽഡായി മാറിയെന്നതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിക്കൽ എന്നിവ ചൂണ്ടിക്കാട്ടി തെളിവുകൾ സഹിതമാണ് DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള വിവിധ വകുപ്പുകൾ, IT ആക്ട്, കേരള പോലീസ് ആക്ട് എന്നിവ ചുമത്തി MLAക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ആനുകൂല്യങ്ങൾ തിരിച്ചീടാക്കണം. വ്യാജരേഖ ഉപയോഗിച്ച് ജനപ്രതിനിധിയായി തുടർന്ന 2011, 2016, 2016, 2021, 2021, 2026 കാലയളവുകളിൽ MLA എന്ന നിലയിൽ കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാരിലേക്ക് തിരിച്ച് ഈടാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. ജനം, കൊച്ചി.